ഗംഗാനദിയുടെ തീരത്ത് മുട്ടറ്റം വെള്ളത്തിൽ നിന്ന് കർണൻ ഉദയസൂര്യനെ നോക്കി നിന്നു. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുന്നത് വെറും കരുത്തിനു വേണ്ടിയല്ല, മറിച്ച് മനസ്സമാധാനത്തിനു വേണ്ടിയായിരുന്നു. വരാനിരിക്കുന്ന യുദ്ധം അവന്റെ ഹൃദയത്തിൽ വലിയൊരു ഭാരമായി നിന്നു. കൃഷ്ണൻ വെളിപ്പെടുത്തിയ സത്യങ്ങൾ അവന്റെ ഉള്ളുലച്ചിരുന്നു. ഇന്ന് അവന്റെ ആത്മാവ് ഉത്തരങ്ങൾക്കായി തിരയുകയായിരുന്നു. അകലെ നിന്ന് കുന്തി തന്റെ രഥത്തിൽ വന്നുചേർന്നു. അവർ നിശബ്ദയായി ഇറങ്ങി അവന് പിന്നിൽ കാത്തുനിന്നു. സൂര്യൻ ഉദിച്ചുയർന്നപ്പോൾ കർണൻ തന്റെ പ്രാർത്ഥനകൾ അവസാനിപ്പിച്ചു. തിരിഞ്ഞുനോക്കിയ അവൻ കണ്ടത് തന്റെ മുന്നിൽ നിൽക്കുന്ന കുന്തിയെയാണ്. അവന്റെ നെഞ്ചിൽ ഒരു കൊടുങ്കാട്ട് വീശി. എങ്കിലും ശാന്തനായി വണങ്ങിക്കൊണ്ടവൻ പറഞ്ഞു, മഹാരാജ്ഞി, ഞാൻ അധിരഥന്റെയും രാധയുടെയും മകനായ കർണൻ. പറയൂ, ഞാൻ അങ്ങയ്ക്കു വേണ്ടി എന്തു ചെയ്യണം? കുന്തിയുടെ കണ്ണുകൾ നിറഞ്ഞു. നിനക്ക് തെറ്റിപ്പോയി, അവർ മന്ത്രിച്ചു. അധിരഥനല്ല നിന്റെ പിതാവ്, രാധയല്ല നിന്റെ മാതാവ്. കർണ, നീ എന്റെ മകനാണ്. സൂര്യദേവനാണ് നിന്റെ പിതാവ്. ആ മന്ത്രത്തെക്കുറിച്ചും ജനനത്തെക്കുറിച്ചും അവന്റെ നെഞ്ചിലെ കവചത്തെക്കുറിച്ചും പിറന്നയുടൻ പുഴയിലൊഴുക്കിയ ആ കുഞ്ഞിനെക്കുറിച്ചും അവർ എല്ലാം പറഞ്ഞു. കർണൻ എല്ലാം നിശബ്ദനായി കേട്ടു. എന്നിട്ട് പതുക്കെ ചോദിച്ചു, എന്തിനാണിപ്പോൾ ഇതെന്നോട് പറയുന്നത്? നീയൊരു രാജകുമാരനായതുകൊണ്ട്, അവർ അപേക്ഷിച്ചു. നിന്റെ സഹോദരങ്ങളായ പാണ്ഡവർക്കൊപ്പം ചേരുക, ഹസ്തിനപുരത്തിന്റെ സിംഹാസനം സ്വീകരിക്കുക, സ്വന്തം രക്തത്തോട് പോരാടാതിരിക്കൂ. അവർ കൈനീട്ടി. പക്ഷെ കർണൻ ഒരടി പിന്നോട്ടു മാറി.